അല്ല ഇപ്പൊ ഈ വീട്ടിൽ കള്ളം കയറിയാ പോലും ആരും അറിയില്ലല്ലോ. പുറകെ പോയി നിന്നിട്ട് ഇതിനൊന്നും തിരിയുന്നില്ലല്ലോ. ഓ ഇവിടെ കണക്കന്നെയാ. ആരോ വന്നു തോന്നല്ലോ. ആ റസിയ, നീ വന്നാ? വന്നിട്ട് കുറച്ചേരായി. എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്? 2 ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട്. അവരിങ്ങ് വരാൻ വിടണ്ടേ, പിന്നെ നിർബന്ധിച്ചോണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടി നിന്നെയാ. ഇത്താ നിങ്ങൾ ബാക്കോട്ട് നോക്കിയേ. ബാക്കിൽ നോക്കാനാ? എന്തിനാ? നിങ്ങളൊന്ന് നോക്കുന്നേ. അല്ല, ഇവിടെ നീ വന്ന കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ലേ? സിയ, ഇങ്ങ നോക്ക്. എന്തെന്നാ ഇങ്ങ നോക്കണേ. എന്റെ ആന്റി വന്നിട്ട് നീ കണ്ടില്ല? ആന്റി വന്നോ? ആന്റി ഇവിടുന്ന് പോയിട്ട് കുറെ ദിവസമായില്ലേ? എന്താ ആന്റി വരാൻ ലേറ്റ് ആയേ? ഈ ആന്റി ലേറ്റ് ആയിട്ടാ വന്നെങ്കിൽ നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ? അല്ല ആഷി ഇവിടെ? അവൻ വീട്ടിൽ തന്നെയുണ്ട്, ഞാൻ വിളിക്കാം. ആഷി, ഇങ്ങ വന്നേ. എന്താ നീ ഇങ്ങ വന്നേ. ഇതാരാ വന്നേന്ന് നോക്ക്. ഈ ആന്റി വന്നോ? ആന്റി എവിടെ എന്റെ ഗിഫ്റ്റ്? എന്റെ ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ആന്റി ഗിഫ്റ്റ് എന്താണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അതെല്ലാം സർപ്രൈസാ, നീ കാണും പറഞ്ഞാ മതി. മതി, എന്നാ കാണിച്ച. കാണിക്കാടോ. അല്ല ആന്റി, എനിക്കില്ല സർപ്രൈസ് ഗിഫ്റ്റ്. രണ്ടാക്കും ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. ആഷി, ഇതാ നിന്റെ ഗിഫ്റ്റ്. ഇതാണ് എന്റെ ഗിഫ്റ്റ്. കൊള്ളാലോ. ഉമ്മ, ഞാൻ ഗിഫ്റ്റ് ഉണ്ണീനെ കാണിക്കാൻ കൊണ്ടോക്കട്ടെ? ആ മോനെ, മോൻ പോയിക്കോ. പക്ഷെ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോഴേക്ക് എത്തണേ. അത് എത്തിക്കോളൂ ഉമ്മ. മക്കളെ, അമ്മമ്മക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. നിങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ കുരുത്തക്കേടൊന്നും കാണിക്കാതെ വീടിനകത്ത് തന്നെ ഇരിക്കണം. ചിപ്പി, നീ വേണം ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നിങ്ങൾ രണ്ടാളും ചിപ്പി ചേച്ചി പറയുന്നതെല്ലാം കേൾക്കുകയും വേണം. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ഈ വീട് ഇതുപോലെ ഉണ്ടാവണം. അമ്മ പേടിക്കണ്ടമ്മ, ഞാൻ എല്ലാ കാര്യം നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. എന്നാ ശരി മക്കളെ, ഞങ്ങൾ ഇറങ്ങുക. അറിയാത്ത ആരും വന്നാലും വാതിലൊന്നും തുറക്കാൻ നിൽക്കണ്ട. അയ്യോ, ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയോ? എന്റെ ചേച്ചി എന്റെ കയ്യിലല്ലേ ബാഗ് തന്നെ. ഞാനത് കാറി കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേച്ചി വേഗം വാ, നമുക്ക് ഇറങ്ങാം. എന്തിനാ വെറുതെ ലേറ്റ് ആക്കുന്നേ? ഓ, നിന്റെ കൈ തന്നിട്ടുണ്ടായിരുന്നല്ലേ, ഞാൻ ആ കാര്യം മറന്നുപോയി. എന്നാ ശരി മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ആന്റി അമ്മമ്മല്ലേ എവിടെയോ പോയല്ലോ. അപ്പൊ വീട്ടിൽ ഇവര് മാത്രല്ലേ ഉള്ളൂ? ഐഡിയ. ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ. വീട്ടിൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവരൊന്ന് പേടിപ്പിച്ചാലോ. വേഗം കോസ്റ്റ്യൂം ഇടാം. ഉണ്ണിയെല്ലാം പേടിച്ചോളൂ. വീടിന്റെ ബാക്കിൽ പോയി നിൽക്കാം. എന്തായാലും അവർ കളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങും. ഈ ഡ്രസ് ഇട്ടിട്ട് എന്തൊരു ചൊറിച്ചില്ല. ആ ഉണ്ണി ഒന്ന് വേഗം പുറത്തു വന്നിരുന്നെങ്കിൽ അവനെ പേടിപ്പിച്ചിട്ട് ഈ ഡ്രസ് ഒന്ന് വേഗം ഊരായിരുന്നു. ആരാ വരുന്നുണ്ടല്ലോ? ചിന്നു ആണല്ലോ വരുന്നേ. ചിന്നുവെങ്കിൽ ചിന്നു, അവളെ പേടിപ്പിക്കാം. അവള് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കി തന്നെ ഉണ്ണിയും വരും. അപ്പൊ അവനെയും പേടിപ്പിക്കാം. ഇവളെന്താ നോക്കാത്തെ? ചേടാ, ഇവിടെ എന്തൊരു പൂ പോലെ ഇല്ലല്ലോ. കുറച്ച് ക്രിയേറ്റീവ് ആവാന്ന് വിചാരിക്കുമ്പോൾ ഒരു പൂ പോലെ മാറില്ല. അപ്പുറം നോക്കാം. അയ്യോ, ഇവള് വീണോ? അയ്യോ, ഉണ്ണിയും വരുന്നുണ്ടല്ലോ. അയ്യോ, ഇതെന്താ സാധനം? ഉണ്ണി, ഇത് ഞാനാടാ ആഷി, നീ പേടിക്കല്ല. ആഷിയാ? ചിന്നുനെന്ത് പറ്റി? നശിച്ച ഡ്രസ്. എടാ, നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഡ്രസ് ഇട്ട് വന്നേ ഞാൻ. ചിന്നുനെന്താ പറ്റിയേ? അതെന്നെ ആദ്യം കണ്ട ചിന്നുവാ. അപ്പോൾ അവള് പേടിച്ച് ബോധം കെട്ട് വീണയാ. ചിന്നു എണീക്ക് ചിന്നു. അവളെന്താ എണീക്കാത്തെ? എന്നോടാണ് ചോദിക്കുന്നേ. ഓരോന്ന് എടുത്തി വെച്ചിട്ട്. എടാ, ഞാൻ ഇങ്ങനെയൊക്കെ ആവുന്ന വിചാരിച്ച് ചെയ്തല്ല. ചിന്നു, എണീക്ക് ചിന്നു. ഇവൾക്ക് പൾസില്ലേ? ഒന്നുകൂടി ഒന്ന് നോക്കാം, എനിക്ക് തോന്നിയതായിരിക്കും. അയ്യോ, എന്താടാ, എന്ത് പറ്റി? ചിന്നുന് പൾസില്ല. നീ എന്തെല്ലാടി പറയുന്നേ? ആടാ, ഞാൻ സത്യം പറയുന്നേ, നീ ഒന്ന് നോക്ക്. അയ്യോ അല്ല, ഉണ്ണി ശരിക്കും അവൾക്ക് പൾസില്ല. എടാ ദുഷ്ടാ, കൊന്നല്ലോടാ നീ അവളെ. ഉണ്ണി, ഞാൻ അറിയാതെ പറ്റിപ്പോയതാടാ. മിണ്ടിപ്പോയത് നീ. മര്യാദയ്ക്ക് പോയിക്കോ. എടാ ഉണ്ണി, എന്നോട് അറിയാതെ പറ്റിപ്പോയതാടാ. നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? എന്നാൽ എന്റെ ചിന്നു, നീ എന്നെ വിട്ടു പോയല്ലോ. എന്താ ഇവിടെ നടക്കുന്നേ? ഉണ്ണി, നീ എന്തിനാ കരയുന്നേ? ചിന്നുനെന്താ പറ്റിയേ? ചേച്ചി, നമ്മുടെ ചിന്നു അവള് പോയി. നീ എന്തെല്ലാം ഉണ്ണി പറയുന്നേ? നീ അങ്ങ് മാറിയെന്നേ, ഞാൻ അവളെ നോക്കട്ടെ. ചേച്ചി, അവൾക്ക് പൾസില്ല. അവള് മരിച്ചുപോയി. എന്ത്? ഞാനൊന്ന് നോക്കട്ടെ. പൾസലുണ്ടല്ലോ. എടാ, ഇവൾക്ക് പൾസലുണ്ട്. നീ പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ. സത്യമായിട്ടും? ആടാ, നീ വേഗം പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ. ചേച്ചി, ഞാൻ ഇപ്പൊ എടുത്തിട്ട് തരാം. ചേച്ചി, ഇതാ വെള്ളം. നീ ഇതാ വെള്ളം മുഖത്തേക്ക് തെളിച്ചേ. ചേച്ചി. കണ്ണു തുറന്നല്ലോ. ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചേ? ചിന്നു എങ്ങനെ ബോധം കെട്ട് വീണേ? അത് ഞാൻ പറയാം ചേച്ചി. ആദ്യം നമുക്ക് എണീപ്പിക്കാം. ചിന്നു, നിനക്കിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ജീവിയെ കണ്ടു. അതിനെപ്പോ ഇവിടെ കാണുന്നില്ലല്ലോ. അത് ജീവിയൊന്നുമല്ല, ആഷിക. നീ എന്താണ് പറയുന്നേ? ആഷിക്കാണ് ഇവിടെ പേടിപ്പിച്ചേ? അതെ ചേച്ചി, അവനൊരു പച്ച മോൺസ്റ്ററിന്റെ ഡ്രസ്സ് ഇട്ടെ. അല്ല, എന്നിട്ട് അവനെവിടെ? ചേച്ചി എന്തിനാ അവനെ അന്വേഷിക്കുന്നേ? അവനോട് ഞാൻ ഇവിടുന്ന് പോവാൻ പറഞ്ഞു. അവൻ പോയി. നീ എന്ത് പണിയാ ഉണ്ണി കാണിച്ചേ? ചേച്ചി എന്താ എന്നോട് ചൂടാവുന്നേ? ചേച്ചിക്ക് അവനോടല്ലേ ദേഷ്യം വരണ്ടേ, എന്നോടല്ലല്ലോ. എന്റെ ഉണ്ണി, നിങ്ങൾ രണ്ട് മഹാന്മാരായ ഡോക്ടറും കൂടി ഇവൾക്ക് പൾസില്ല എന്നല്ലേ കണ്ടുപിടിച്ചേ? അത് ആ സമയത്ത് ഇവളുടെ കൈ പിടിച്ച് നോക്കിയപ്പോ പൾസൊന്നും തോന്നിയില്ല. അത് തന്നെ ഞാൻ പറയുന്നേ. ആഷിക്കുകൾ മരിച്ചുപോയി എന്ന് എഴുതിയിട്ടില്ല ഇവിടുന്ന് പോയേ? അവൻ കുറച്ച് പേടിക്കട്ടെ. അല്ല ഉണ്ണി, ഒരു ദിവസം നീ ഞങ്ങളെ പ്രേതത്തിന്റെ വേഷം കെട്ടി പേടിപ്പിച്ചതിന് ഓർമ്മയുണ്ടോ? ഉണ്ട്.
അന്നാണ് ഇതുപോലെ സംഭവിച്ചെങ്കിലോ? അത് ചേച്ചി, ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അതുപോലെ ആഷിക്ക് നിങ്ങളെ ജസ്റ്റ് പേടിപ്പിക്കണമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇങ്ങനെയൊക്കെ ആവുന്ന അവനറിയോ? ആ പാവം പേടിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അവൻ വീട്ടിലെത്തിയെന്ന് ആർക്കറിയാം? ചേച്ചി ആ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ചേച്ചി നമുക്കൊന്ന് അന്വേഷിച്ചാലോ? എനിക്ക് പേടിയുണ്ട്. ആഷി എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെങ്കിലോ?